നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ ക്ലബ്ബായ ബയർ ലെവർക്യൂസനെ അത്ഭുതകരമായ രീതിയിലാണ് പരിശീലകൻ സാബി അലോൺസോ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു അപരാജിത കുതിപ്പ് അവർ നടത്തുന്നുണ്ട്. തകർപ്പൻ ഫോമിലാണ് അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബൂണ്ടസ്ലീഗയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ഇപ്പോൾ ബയർ ലെവർക്യൂസൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശീലകനെ സ്വന്തമാക്കാൻ വേണ്ടി നിരവധി ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ലിവർപൂളിന് വലിയ താല്പര്യമുണ്ട്. അവരുടെ പരിശീലകനായ യുർഗൻ ക്ലോപ്പിന്റെ പകരമായിക്കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് സാബി അലോൺസോ എന്ന പരിശീലകനെ തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ സാബിക്ക് മുൻ ബയർ ചീഫായ റെയ്നിയർ കാൽമണ്ട് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. അതായത്, ലിവർപൂളിലേക്ക് പോകുന്നതിന് പകരം 1-2 വർഷങ്ങൾ കാത്തിരുന്ന് റയൽ മാഡ്രിഡിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അലോൺസോ ലിവർപൂളിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും അത് മികച്ച ഒരു ഓപ്ഷനാണ്. അദ്ദേഹം ലിവർപൂളിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ബയേണിനൊപ്പം ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ റയൽ മാഡ്രിഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണണം. ഞാൻ ഒരിക്കലും സാബിയോട് ലിവർപൂളിലേക്ക് പോകാൻ ഉപദേശിക്കില്ല. മറിച്ച് 1-2 വർഷങ്ങൾ കൂടി ലെവർകൂസനിൽ കാത്തിരിക്കുക, അവിടെ തുടരുക, എന്നിട്ട് മാഡ്രിഡിൽ ആഞ്ചലോട്ടിയുടെ പകരക്കാരനാവാം. ഇതാണ് മുൻ ചീഫ് നൽകിയിട്ടുള്ള ഒരു ഉപദേശം. 2026 വരെയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് റയൽ മാഡ്രിഡുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നത്. അതിനുശേഷം റയലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താനാണ് ഇദ്ദേഹത്തിന് ഉപദേശമായിക്കൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വരുന്ന സമ്മറിൽ ബയേൺ, അതുപോലെ തന്നെ ലിവർപൂൾ എന്നിവർ ഈ പരിശീലകന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയേക്കും. FC ബാഴ്സലോണക്കും ഈ പരിശീലകനിൽ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.